നമുക്ക് ഈ വീഡിയോയിൽ പുതുതായിട്ടുള്ള ലൂണാർ മിഷൻസ് എന്തൊക്കെയൊക്കെയാണെന്ന് നോക്കാം. ഗ്ലോബൽ ഏജൻസീസ് എല്ലാം തന്നെ കുഞ്ഞു കുഞ്ഞു എക്സ്പ്ലോറേഷൻസ് വഴി പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് എങ്ങനെയാണ് ലാൻഡിങ് കോംപ്ലക്സ് ആയിട്ടുള്ള ലാൻഡ് ടെക്നോളജീസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളത് റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ലൂണാർ മിഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് തിങ് നാസയുടെ ആർട്ടിമിസ് പ്രോഗ്രാമാണ്. ആർട്ടിമിസ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താ, അത് ഒരു ഹ്യൂമൺ എക്സ്പ്ലോറേഷനാണ് കേട്ടോ. ലോങ് ടേം സെറ്റിൽമെൻറ്റിനും അതുപോലെ തന്നെ ഹ്യൂമനെ മേലോട്ട് മൂണിലേക്ക് വിടാനും, അതായത് US ഓൾറെഡി ഹ്യൂമനെ വിട്ടിട്ടുണ്ട് അല്ലേ 50 വർഷങ്ങൾക്ക് മുൻപ്. അപ്പം അതേപോലെ തന്നെ സ്പെസിഫിക്കലി സൗത്ത് പോളിൽ മനുഷ്യനെ കൊണ്ടുപോകാനുള്ളൊരു പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് വാട്ട് ദി ആർ ഡൂയിങ് ഇസ് കുറച്ചുകൂടി ഒരു മോഡേൺ വാല്യൂസ് എല്ലാം മനസ്സിലാക്കിയിട്ട് വിമണിനെയും അതുപോലെ തന്നെ ഫസ്റ്റ് പേഴ്സൺ ഓഫ് കളർ ഇനിയും മൂണിലേക്ക് എത്തിക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോളോ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ പോയി അല്ല ഇറക്കി അങ്ങനെ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ആക്ച്വലി എയിമിങ് ടു ബിൽഡ് എ ബേസ് ക്യാമ്പ്. അവിടെ ഒരു ബേസ് ക്യാമ്പും അതുപോലെ തന്നെ ലൂണർ ഗേറ്റ് വേ അല്ലെങ്കിൽ ഒരു കുഞ്ഞി സ്പേസ് സ്റ്റേഷൻ തന്നെ ലൂണർ ഓർബിറ്റിൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു എയിമായിട്ട് പോകുന്നതാണ്. സോ ദിസ് ഇസ് ആക്ച്വലി ടു എസ്റ്റാബ്ലിഷ് ഒരു ബേസ് ക്യാമ്പ് ആൻഡ് ഓൾസോ ലൂണർ ഗേറ്റ് വേ, അല്ല ഒരു മിനി സ്റ്റേഷൻ ലൂണാറിൻ്റെ ഓർബിറ്റിൽ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ്. സോ ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഹെൽപ്പിംഗ് ഫോർ എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ ഓൾ കൈൻഡ്സ് ഓഫ് മാസ് മിഷൻസ്. ഇനി ഒരു മിഷൻ്റെ ഒരു സീക്വൻസ് എന്ന് പറയുന്നതിൽ ഇപ്പോൾ ആർട്ടിമിസ് 1 ഉണ്ടായിരുന്നു. അത് 2022 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതായിരുന്നു. ആ ഫ്ലൈറ്റ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ കേപ്പബിലിറ്റീസ് എല്ലാം ഡിറ്റർമൈൻ ചെയ്തു. ദാറ്റ്സ് ഓക്കെ. സെക്കൻഡ് തിങ് ഇസ് 2 ആണ്. ദാറ്റ്സ് ഗോയിങ് ടു ബി പ്ലാൻ ഫോർ ദിസ് ഇയർ. അത് സ്പേസ് ക്രൂഡ് ഫൈറ്റ് ആണ്. അവിടെ അതിലെന്ത് ചെയ്യുന്നത് വെച്ചാൽ ആസ്ട്രോണോട്ട്സിനെ മൂണിന് ചുറ്റും കൊണ്ടുപോയിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് in order to understand the deep space capabilities. That's how this is working. തേർഡ് ഫേസിൽ ഫസ്റ്റ് ആയിട്ടുള്ള ക്രൂഡ് ആയിട്ടുള്ള ലൂണാർ ലാൻഡ് മിഷൻസ് കൊടുക്കും. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ സൗത്ത് പോളിലായിരിക്കും എക്സ്പ്ലോറേഷൻസ് നടത്താം. ആൻഡ് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദിസ് ആക്ച്വലി ഇസ് മീൻസ് സ്കെഡ്യൂൾ ഫോർ ദിസ് ഇയർ. ക്രൂഡ് ആയിട്ടുള്ള ഫ്ലൈ ബേ ആണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. ഇനി സെക്കൻഡ് എന്ന് പറയുന്ന ഒരു മിഷൻ ഇൻ്റർനാഷണൽ ലൂണാർ സെർച്ച് സ്റ്റേഷൻ ആണ്. ദിസ് ഈസ് ആക്ച്വലി ഒരു ലൂണാർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് റഷ്യയും അതുപോലെ തന്നെ ചൈനയും തമ്മിൽ കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. അതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റും അതുപോലെ തന്നെ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് ബേസ് ലൂണാറിൻ്റെ സൗത്ത് പോളിൽ ഉണ്ടാക്കുക എന്നുള്ളൊരു എയിമാണ്. അപ്പം അപ്പോളോ മിഷനിൽ എങ്ങനെയായിരുന്നു, ഷോർട്ട് വിസിറ്റ് നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അതല്ല, കുറച്ചുകൂടെ ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്രസൻസ് അവിടെ ഉറപ്പുവരുത്തുക എന്നുള്ള രീതിയിലാണ്. ആൻഡ് പിന്നീട് റോബോട്ട്സിനെയും അതിനുശേഷം ഇവൻച്വലി ഹ്യൂമൻസിനെയും നമ്മൾ ആ സ്പേസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു മിഷനാണ് ഈ പറഞ്ഞ ചൈനയുടെയും റഷ്യയുടെയും കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി ഫസ്റ്റ് ഗേറ്റ് വേ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദിസ് ഇസ് ആക്ച്വലി ഒരു ബേസ് ക്യാമ്പ് അവിടെ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ഇവിടെ ആർട്ടിമിസ് അക്കോർഡ്സ് വെച്ചിട്ടുള്ള ഒരു നോൺ ബൈൻഡിങ് കുറേ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടുള്ള ഒരു പരിപാടി. ഇത് ജോയിൻറ്റ് വെഞ്ചറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൺട്രീസും തമ്മിൽ. ഇതിൽ കീ പാർട്ട്നേഴ്സ് പറയുന്നത് 50+ നേഷൻസ് ആണ്. ഇന്ത്യയും കൂടി അതിലുണ്ട് മെമ്പറാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ റഷ്യ, വെനസ്വേല, പാകിസ്ഥാൻ, ഈജിപ്ത്, സൗത്ത് ആഫ്രിക്കയാണ് അതിലെ കീ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്ത്യ ഈ പറയുന്ന ആർട്ടിമിസ് അക്കോർഡ്സ് ജൂൺ 2023 സൈൻ ചെയ്തത് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. ഇവിടെ പ്രത്യേകിച്ച് പുതുതായിട്ടുള്ള ഫോമൽ എൻട്രീസ് ഒന്നുമില്ല. പക്ഷേ ISRO എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ചൈനീസിൻ്റെ പ്രോഗ്രസ് എല്ലാം ക്ലോസ്ലി മോണിറ്റർ ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് വാച്ച് ചെയ്യും. ഇനി നെക്സ്റ്റ് ചൈനയുടെ ഷാങ്യി Z6 എന്ന് പറയുന്നതാണ്. അത് മൂണിൻ്റെ ഫാർ സൈഡ്, ഇതുവരെ നമ്മൾ കാണാത്ത നമ്മുടെ മൂണിൻ്റെ ഏറ്റവും ഡാർക്ക് സൈഡിൽ കൊണ്ടുപോയിട്ട് ഇറങ്ങണം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഈ പറയുന്ന സാധനം. ആക്ച്വലി എന്താ പറയുക, ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത് ഈ വർഷം പെർമനൻ്റ്ലി ഷാഡോഡ് ആയിട്ടുള്ള ക്രേറ്റേഴ്സ് അതിൻ്റെ സൗത്ത് പോളിൽ ഐസിൻ്റെ വാട്ടർ ഐസ് കണ്ടുപിടിക്കാനുള്ളൊരു സെർച്ചാണ് ഈ പറയുന്ന ചൈനയുടെ മിഷൻ എന്ന് പറയുന്നത്. ഇനി ജപ്പാൻ്റെ ഒരു മിഷൻ ഉണ്ട്, സ്ലിം ജാക്സ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി ഒരു പ്രിസിഷൻ ലാൻഡിങ് ടെക്നോളജി തന്നെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അതിന് മൂൺ സ്നിപ്പർ എന്നാണ് അതിൻ്റെ നിക് നെയിം കൊടുത്തിരിക്കുന്നത്. 2024 അത് ശരിക്കും സ്പേസ് ക്രാഫ്റ്റിന് ലാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വിത്തിൻ 100 മീറ്റർ ഓഫ് എ ടാർഗറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കണ്ടുപിടുത്തം. ഐ മീൻ ദേ ടെസ്റ്റഡ് ഇറ്റ്. ഈ പ്രിസിഷൻ ഇസ് ആക്ച്വലി വെരി വൈറ്റൽ ഫോർ ദ സേഫ് ലാൻഡിങ് ഇൻ ദ റഗ്ഡ് ടെറൈൻ, അല്ലെ ക്രേറ്റേഴ്സും പോൾസിലൊക്കെ എങ്ങനെ കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ളൊരു എക്സ്പെഡിഷൻ വാസ് സക്സസ്ഫുൾ. അപ്പം അങ്ങനെയായിരിക്കും ഫ്യൂച്ചർ ആയിട്ടുള്ള റിസോഴ്സ് എക്സ്ട്രാക്ഷന് കൂടിയിട്ട് വാട്ട് എവർ നമ്മൾ അവിടെ നിന്ന് പോയിട്ട് ഓരോ ഡീറ്റെയിൽസും ഡാറ്റയൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ എന്നാണ് പറയുന്നത്. അപ്പം ദാറ്റ് ഇസ് സ്ലിം ജാക്സ് ജപ്പാൻ്റെ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്. ഇവിടെ നമ്മൾ ആർട്ടിമിസ് പ്രോഗ്രാം നോക്കി, അത് USA ആണെന്ന് മനസ്സിലായി. ഇൻ്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ നോക്കി. ദാറ്റ് ഈസ് ആക്ച്വലി ഒരു ചൈന ആൻഡ് ഓൾസോ ദ റഷ്യ ലെഡ് ആണ്. ചൈനയുടെ തന്നെ ഷാങ്സി 6ഉം സ്ലിം ജാക്സ എന്ന് പറയുന്ന ജപ്പാൻ്റെയും നോക്കി. ഇതൊക്കെയാണ് അപ്കമിങ് ആയിട്ട് വരുന്ന റീസൺ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിലുള്ള ബേസിക് ആയിട്ടുള്ള റീസൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓൾറൈറ്റ്, താങ്ക് യു.